പ്രവൃത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് കടന്നു വരികയാണ്. പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ OJ ജിനീഷ് നയിക്കുന്ന ലോങ് മാർച്ചാണ് പിണറായി വിജയന്റെ വസതിയിലേക്ക് കടന്നു വരുന്നത്. അഴിമതിയുടെ കൂത്തുറങ്ങായി മാറിയ സമസ്ത മേഖലയിലും കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി വിജയൻ ഗവൺമെന്റിനെ സഹപ്രവർത്തകരും ഈ മുമ്പിലുള്ള കസാരകളിലേക്ക് കടന്നിരിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ ജാതിയിലേക്ക് കടന്നു വന്നിട്ടുള്ള സഹഭാരവാഹികളെ, സഹപ്രവർത്തകരെ ഈ കസേരകളിലേക്ക് കടത്തിയിരുത്തേണ്ടതാണ്. ഇതേ സന്ദർഭത്തിൽ ഈ സംസ്ഥാനത്ത് അതിദരിദ്രരില്ല എന്നൊരു പ്രഖ്യാപനം ഇവിടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഭരണപരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഇന്നൊരു ലോങ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഔപചാരികമായി യോഗ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. എത്രയും ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ OJ ജിനീഷ്, ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് കേരളപ്പിറവിയാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കും അറിയാം. ആ 3.5 കോടി ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് PR സ്റ്റണ്ട് എന്നുള്ള സ്ഥിരമായിട്ടുള്ള കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സർക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഏതാനും സ്റ്റണ്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ നമ്മൾ കണ്ടതാണ്. ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇന്ന് ഇതുവരെ ചരിത്രത്തിന്റെ താളുകളിൽ ഇല്ലാത്ത രീതിയിൽ കേരളത്തിന്റെ കടക്കെണി അങ്ങേയറ്റത്തെ 33,000 കോടി ലക്ഷം രൂപയിലേക്ക് ഇന്ന് കേരളം കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ധൂർത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഏറ്റവും പരിണിത ഫലമാണ്. ഈ നാട്ടിലെ യുവാക്കളെ, തൊഴിലില്ലാത്ത അഭ്യസ്ത വിദ്യരായ യുവാക്കളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരെ, ഈ നാട്ടിലെ അമ്പലങ്ങളെയും പള്ളികളെയും കൊള്ളയടിക്കുവാൻ കൂട്ടുനിൽക്കുന്ന സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നമ്മൾ മാർച്ചുമായി വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന 6 മാസക്കാലവും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരും തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജിനീഷ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിരിക്കുന്ന എത്രയും ബഹുമാനായ പ്രിയ നേതാവ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിനോദ് ചുള്ളിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രാവൺ റാവു അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പുഷ്പലതയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ KM അഭിജിത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അബിൻ വർക്കിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട PS അനുതാജ്, അരിത ബാബു, യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ഇത്തരത്തിലൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയ ശ്രീ നേമം ഷെജീർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ
എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് യൂത്ത് കോൺഗ്രസ്. ഏറെ ബഹുമാനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് MLA, ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവു, ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിൽ, ഏറെ പ്രിയങ്കരനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി, കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീമതി CB പുഷ്പലത, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KM അഭിജിത്ത്, പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച ശ്രീ വിഷ്ണു സുനിൽ പന്തളം, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കുമാരി അരിത ബാബു, ഈ മാർച്ചിന് നേതൃത്വം നൽകിയ സംഘാടനത്തിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ നേമം ഷജീർ, കൊല്ലം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റിയാസ്, പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ, ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നിവിടെ ഇത്തരത്തിലുള്ള ലോങ് മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കുറച്ചു മുമ്പാണ്, തൊട്ടു മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരില്ല എന്നൊരു പ്രഖ്യാപനം ഒരു വലിയ PR എക്സർസൈസിന്റെ ഭാഗമായി ഇവിടെ നടത്തിയത്. അതിദരിദ്രർ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, ലോകത്ത് തന്നെ മനുഷ്യന്റെ ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ അത് ആഗമ ബുദ്ധിയോട് കൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 5,91,000 ആളുകൾ ഇവിടെ അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായി റേഷൻ കൈപ്പറ്റുമ്പോൾ 4 ലക്ഷത്തിലധികം ആളുകൾ, കുടുംബങ്ങൾ ഇവിടെ അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ട് എന്ന് CPM തന്നെ അവരുടെ പ്രകടന പത്രികയിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിലാണ് 4 വർഷക്കാലത്തിനിപ്പുറം ഈ സംസ്ഥാനത്തിനകത്ത് 60,004 പേർ മാത്രമാണ് അതിദരിദ്രരുടെ പട്ടികയിലുള്ളത് എന്ന് ഈ സർക്കാർ അവകാശപ്പെടുന്നത്. അത് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ ആ പ്രവർത്തനത്തിന് നേട്ടം കുറിക്കാനായി എന്നാണ് ഇന്ന് സർക്കാർ അവകാശപ്പെടുന്നത്. നമുക്ക് കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് പോലും സംസ്ഥാന സർക്കാർ ഇവിടെ ഇത്തരത്തിൽ പ്രിയങ്കരനായ ശ്രീ മാത്യു നടന്ന MLA നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇത്തരത്തിലൊരു PR എക്സർസൈസിന്റെ ഭാഗമാക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്രയധികം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അതും ഒരു PR എക്സർസൈസിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിനകത്ത് യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു PR പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുകയാണ്. സത്യത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാനാണ് ഈ സർക്കാർ ഈ അവസരത്തെ ഉപയോഗിക്കുന്നത്. 2,500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞ കാലഘട്ടം ഏതാ? ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിലാണ്. അന്നാക്കിയില്ല. സംസ്ഥാന ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയാൻ പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രം ഇവിടെ പെൻഷൻ 2,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. 900 രൂപ വർധനവ് ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർ പ്രകടനപത്രികയിലൂടെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന സർക്കാരുകൾക്കാണ് ഇതിന്റെ എല്ലാം ഭാരം അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. 4% DA വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. 34 മാസക്കാലത്തെ കുടിശ്ശികയെ പറ്റി പറയുന്നില്ല. സംസ്ഥാനത്തിനകത്ത് വിലക്കയറ്റത്തെ പറ്റി പറയുന്നില്ല. സംസ്ഥാനത്തിനകത്ത് തൊഴിലില്ലായ്മയെ പറ്റി പറയുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി പറയുന്നില്ല. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ചിരിക്കാൻ മൂഢന്മാരല്ല ഈ നാട്ടിലെ ജനങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ലോങ് മാർച്ചുമായി നമ്മൾ കടന്നു വന്നത്. അത് മാത്രമല്ല, ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകത എന്താണ്? ഈ സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായും സംഘപരിവാറിന് വിധേയപ്പെട്ടൊരു ഗവൺമെന്റാണ്. നോക്കൂ, ഒരു സംശയവും വേണ്ട, നമ്മൾ ഇന്നിവിടെ മാർച്ച് നടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കല്ല, മറിച്ച് സംഘപരിവാരത്തിന്റെ ഏജന്റിന്റെ ഭവനത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ചുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായി സംഘപരിവാറിന് കീഴ്പ്പെടുകയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വാഭാവികമായ നീതി നിഷേധിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു ലോങ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ പലരും ചോദിച്ചു, ഈ ലോങ് മാർച്ചിന്റെ ഭാഗമായി നിങ്ങളെന്ന് വലിയ അക്രമ സമരമാണോ? ഞങ്ങൾ പറഞ്ഞു, ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. ഇന്ന് യുദ്ധമില്ല,
പക്ഷെ ഈ ഒരു യുദ്ധം അവിടെ ഈ തെരുവുകളിൽ ഉണ്ടാകും. അന്ന് ഞങ്ങളൊരു വരവ് വരും. അന്ന് ഇവിടെ ബാരിക്കേഡുകൾ തികയാതെ വരും. പോലീസിന്റെ ലാത്തിയും ഷീൽഡും തികയാതെ വരും. യൂത്ത് കോൺഗ്രസ് ഈ സംസ്ഥാനത്തിന്റെ തെരുവുകളിൽ അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആ സമര പ്രഖ്യാപനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ ഈ ക്ലിഫ് ഹൗസിന് മുമ്പിൽ വെച്ച് നടത്തപ്പെടുന്നത്. പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയട്ടെ, നിങ്ങളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് മാത്രമല്ല, ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് പറഞ്ഞയക്കുമെന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ തെരുവുകളിൽ അതിശക്തമായ സമര പ്രഖ്യാപനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് ശ്രീ ഒ ജെ ജനീഷ്, ഈ അധ്യക്ഷ വേദിയിലുള്ള യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതാക്കന്മാര്, KPCCയുടെ സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. എല്ലാ കാലത്തും ആര് കേരളം ഭരിക്കുന്നു എന്ന് നോക്കാതെ യുവാക്കളുടെയും ബഹുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ന്യായയുക്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരുകളുടെ അനീതിക്കെതിരെ സമരം ചെയ്യുന്ന സംഘടനയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ജനീഷ് ചൂണ്ടിക്കാട്ടിയ വാക്കുകൾ ഇന്ന് കേരളം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തന്നെയാണ്. ഗവൺമെന്റ് 5 വർഷക്കാലം പൂർത്തിയാക്കുന്നു. അവര് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടിക്കും LDFനും കനത്ത തിരിച്ചടി നൽകാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ നന്നായിട്ട് അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവര് പരാജയപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ചില ചെപ്പടി വിദ്യകളുമായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, അതുപോലെ റബ്ബർ സബ്സിഡി വർദ്ധിപ്പിക്കും, കൊടുക്കാനുള്ള DA കുടിശ്ശിക കൊടുക്കും, കുറെ ആനുകൂല്യങ്ങള് പ്രഖ്യാപിക്കുന്നു. ഈ ആനുകൂല്യങ്ങളെല്ലാം പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ്. അതൊന്നും 4.5 കൊല്ലക്കാലം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുള്ള ആത്മാർത്ഥത അവര് പ്രകടിപ്പിച്ചില്ല. ഈ കാര്യത്തിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 4.5 വർഷക്കാലത്തിന് ശേഷം കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുമ്പോൾ ഞങ്ങള് പ്രതിപക്ഷത്ത് നിന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ ചോദിക്കുകയാണ്, ഈ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾക്ക് മുൻകാല പ്രാബല്യം നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? മുൻകാല പ്രാബല്യത്തിലൂടെ ഈ ആനുകൂല്യങ്ങൾ നൽകാൻ ഗവൺമെന്റ് തയ്യാറാകുമോ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വെല്ലുവിളിച്ച് ചോദിച്ചിട്ട് കേരളത്തിലെ ഗവൺമെന്റിന് മറുപടിയില്ല. ഇന്നെന്താണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം? സത്യത്തിൽ കേരളത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ അതിനെ പുച്ഛത്തോടെയാണ്, അവഗണനയോടെയാണ്. അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ കേരള സർക്കാരുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകയായി യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അത് അവർക്ക് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഗവൺമെന്റ് ഇന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്ത് പോലും സെക്രട്ടേറിയറ്റിന്റെ സമീപത്താണ് സരസ്വതി എന്ന ഒരു പ്രായം ചെന്ന സ്ത്രീ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ച വാർത്ത മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ അറിയിച്ചത്. മുഖ്യമന്ത്രിക്ക് ലജ്ജയുണ്ടോ? ഇന്നേ ദിവസം തന്നെ ഈ തെറ്റായ അവകാശ പ്രഖ്യാപനം. കേരളത്തിൽ പട്ടിണിയില്ല, പരിവട്ടമില്ല, എല്ലാവർക്കും വീട് നൽകിയെന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീടിനു വേണ്ടി അപേക്ഷ നൽകിയിട്ട് വീട് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് വീട് നൽകാൻ പഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ല. പഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഫണ്ട് കേരള സർക്കാർ കൊടുത്തിട്ടില്ല. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കും പട്ടികജാതിയിൽപ്പെട്ടവർക്ക് നൽകേണ്ട പൈസ പോലും ഗവൺമെന്റിന് കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ്. അവിടെയാണ് കേരളത്തിൽ വീടില്ലാത്തവരില്ല, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര് കേരളത്തിൽ ഇനി ആരും അവശേഷിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് തെറ്റായ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് സർക്കാരിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നമുക്കറിയാം. ദേവസ്വം ബോർഡിന്റെ ഓഫീസിന്റെ അടുത്താണ്. കേരള ഹൈക്കോടതിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ കേസിൽ നാമമാത്രമായ അന്വേഷണമെങ്കിലും നടക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞത് കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ്.
6-ാം തീയതി കഴിഞ്ഞ് ഈ മാസം അവസാനിച്ചു. നവംബർ 1 കേരള പിറവി വന്നിട്ടും അതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനോ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ ആ സ്വർണം വീണ്ടെടുക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. ആരൊക്കെയാണ്? രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റി വളർത്തിയവരുണ്ട്. അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള എന്ന് കേരള ഹൈക്കോടതി തന്നെ പറയുമ്പോഴും പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അറച്ചു നിൽക്കുന്ന പിണറായി ഗവൺമെന്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിശക്തമായ സമര പരമ്പരകൾ തന്നെ നടത്തിയ കാര്യം ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിനിടയിലാണ് BJP ഗവൺമെന്റുമായി ഒത്തുചേർന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമിതി പോളിറ്റ് ബ്യൂറോ അതിന്റെ നേതാക്കന്മാർ പ്രകാശ് കാരാട്ടും MA ബേബിയും നിഷേധിച്ച, ഒരിക്കലും യോജിക്കാൻ കഴിയാത്തത് എന്ന് വിശേഷിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയവുമായി കേരളത്തിലെ പിണറായി സർക്കാർ സന്ധി ചേർന്നുകൊണ്ട് BJPയുമായി ഒത്തുകളിക്കുന്ന ഒരു ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഒത്തീർപ്പിനുണ്ടാക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മകനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസ് നമുക്കറിയാം, കൈപ്പറ്റിയിട്ടുമില്ല, തിരിച്ചയച്ചിട്ടുമില്ല. അങ്ങനെ നോട്ടീസ് കൈപ്പറ്റാതെ വന്നാൽ വാറന്റ് അയച്ച് മുഖ്യമന്ത്രിയുടെ മകനെ വിചാരണ ചെയ്യാൻ, വിസ്തരിക്കാൻ എൻഫോഴ്സ്മെന്റിന് അധികാരമുണ്ട് എങ്കിൽ പോലും ഒത്തുകളിയുടെ ഭാഗമായിട്ട് കേസുകളെല്ലാം ഒതുക്കി തീർക്കുന്ന ചിത്രമാണുള്ളത്. ഈ കാര്യങ്ങളിൽ പ്രതിഷേധിക്കാൻ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ സംസാരിക്കാൻ, തൊഴിലില്ലായ്മ എന്ന അതിരൂക്ഷമായ യുവാക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യാനോ സമരമുഖത്ത് വരാനോ DYFA എന്ന ഭരണവിലാസം സംഘടനയ്ക്ക് കഴിയുന്നില്ല. അവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസക്തി. കേരളത്തിലെ യുവജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ആരംഭിക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ഈ സമരം ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അവറുകൾ, പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാർ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിൽ, അതുപോലെ ശ്രീ ശ്രാവൺ, ശ്രീ അബിൻ വർക്കി, ശ്രീ അഭിജിത്ത്, ശ്രീ പുഷ്പലത, മറ്റ് പ്രിയമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനില്ല, പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ യുവാക്കളുടെയും യുവതികളുടെയും സ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ചാൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന യുവാക്കളുള്ള നാടാണ് കേരളം എന്ന് നമ്മൾ പറയേണ്ടി വരും. മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഇന്ന് നിങ്ങൾ നേരിട്ടൊരു പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ 5000 രൂപയ്ക്കും 6000 രൂപയ്ക്കും 7000 രൂപയ്ക്കും മാസം ശമ്പളം വാങ്ങി ജോലി ചെയ്യേണ്ട യുവതയുടെ ഗതികേട് ഉള്ള സംസ്ഥാനത്ത് നിന്നും ആയിരക്കണക്കിന് 10000കണക്കിന് യുവാക്കൾ ഈ നാട് വിട്ട് പലായനം ചെയ്തു പോകുന്ന കാഴ്ച നേരിട്ട് കാണുന്നവരാണ് നമ്മൾ. ആ സമയത്ത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന യുവാക്കൾ ഈ നാട്ടിലുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും യൂത്ത് കോൺഗ്രസ് ഉണ്ടാകണം. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ള സമര പരിപാടികളിലേക്ക് കടക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, എല്ലാ അർത്ഥത്തിലും സംഘപരിവാറിനും BJPക്കും RSSനും മുമ്പിൽ മുട്ടുമടക്കിയ ഒരു സർക്കാർ, അവരുടെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും അവരുടെ അജണ്ട നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു സർക്കാർ, അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പോരാട്ടത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.